ഇന്ന് ബാബ സർവർക്കും ബാബയുടെ സന്ദേശം നൽകുവാൻ പറയുന്നു. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 23/7/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഭാവിക്ക് സമാനം സത്യമായ സന്ദേശവാഹകൻ അഥവാ മെസ്സഞ്ചർ ആകേണ്ടതുണ്ട്. എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനുള്ള മെസ്സേജ് നൽകണം. ചോദ്യം: ഇക്കാലത്ത് മനുഷ്യരുടെ ബുദ്ധി മുഴുവൻ ദിവസവും ഏത് ഭാഗത്തേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുന്നു? ഉത്തരം: ഫാഷന്റെ ഭാഗത്തേക്ക്. മനുഷ്യരെ ആകർഷിക്കുന്നതിനായി അനേകം പ്രകാരത്തിലുള്ള ഫാഷൻ ചെയ്യുന്നു. ഈ ഫാഷൻ ചിത്രങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. പാർവതിയും ഇങ്ങനെയുള്ള ഫാഷൻ നടത്തിയിരുന്നതായും കേശാലങ്കാരങ്ങളും മറ്റും നടത്തിയിരുന്നതായും മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾ ഈ പതീത ലോകത്തിൽ ഫാഷൻ ചെയ്യേണ്ടതില്ല. നിങ്ങളെ ഞാൻ നാച്ചുറൽ സൗന്ദര്യം ഉണ്ടായിരിക്കുന്ന ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫാഷന്റെ ആവശ്യമില്ല. ഗീതം: നീ തന്നെ മാതാവും പിതാവും. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. മഹിമ പാടുമ്പോൾ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. ആത്മാവ് തന്നെയാണ് ബാബയെക്കുറിച്ച് പറയുന്നത്. ആ ഒന്ന് തോണിക്കാരനാണ്, പതീത പാവനാണ്, അഥവാ സത്യമായ മെസ്സഞ്ചറാണ്. ബാബ വന്ന് ആത്മാക്കൾക്ക് മെസ്സേജ് നൽകുന്നു. മെസ്സഞ്ചർ അഥവാ സന്ദേശവാഹകൻ എന്ന് പറയുന്നവരിൽ ചിലർ ചെറിയവരും വലിയവരുമാണ്. വാസ്തവത്തിൽ അവർ മെസ്സേജ് അഥവാ സന്ദേശം നൽകുന്നില്ല. ഇത് അസത്യമായ മഹിമയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരാൾക്കല്ലാതെ ഈ മനുഷ്യ സൃഷ്ടിയിൽ ആർക്കും തന്നെ മഹിമയില്ല. ഏറ്റവും കൂടുതൽ മഹിമ ഈ ലക്ഷ്മി നാരായണന്റേതാണ്. കാരണം ഇവരാണ് പുതിയ ലോകത്തിന്റെ അധികാരി. അതും ഭാരതവാസികൾ അറിയുന്നു. ലോകത്തുള്ളവർ കേവലം ഭാരതം പ്രാചീന ദേശമാണ് എന്നതറിയുന്നു. ഭാരതത്തിൽ തന്നെയാണ് ഗോഡസിന്റെ രാജ്യം ഉണ്ടായിരുന്നത്. കൃഷ്ണനെയും ഗോഡ് എന്ന് പറയുന്നു. ഭാരതവാസികൾ ഇവരെ ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു. എന്നാൽ ഈ ഭഗവാനും ഭഗവതിയും സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുന്നു എന്നത് ആർക്കും അറിയില്ല. ഭഗവാൻ ഗോഡസിന്റെ രാജ്യം സ്ഥാപിച്ചു. ബുദ്ധിയും പറയുന്നു, നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. അപ്പോൾ നമ്മളും ഭഗവാൻ ഭഗവതി ആകേണ്ടതാണ്. സർവരും ഒരാളുടെ കുട്ടികളാണല്ലോ. എന്നാൽ ഭഗവാൻ ഭഗവതി എന്ന് പറയുവാനാകില്ല. അവരെ പറയുന്നത് ദേവി ദേവന്മാർ എന്നാണ്. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭാരതവാസികൾ പറയും, ഭാരതവാസികളായ നമ്മൾ ആദ്യം പുതിയ ലോകത്തായിരുന്നു. പുതിയ ലോകം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു. ബാപ്പുജിയും പുതിയ ലോകവും പുതിയ രാമരാജ്യവും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാമരാജ്യത്തിന്റെ അർത്ഥം തീർത്തും മനസ്സിലാക്കുന്നില്ല. ഈ കാലത്ത് മനുഷ്യർക്ക് തൻ്റെതായ എത്ര അഹങ്കാരമാണുള്ളത്. കലിയുഗത്തിൽ കല്ലുബുദ്ധിയാണ്, സത്യയുഗത്തിൽ പവിഴ ബുദ്ധിയാണ്. എന്നാൽ ഈ അറിവ് ആർക്കുമില്ല. ഭാരതം തന്നെയാണ് സത്യയുഗത്തിൽ പവിഴ ബുദ്ധിയായിരുന്നത്. ഇപ്പോൾ ഭാരതം കലിയുഗത്തിൽ കല്ലുബുദ്ധിയാണ്. മനുഷ്യർ ഇതിനെ തന്നെ സ്വർഗം എന്ന് മനസ്സിലാക്കുന്നു. അവർ പറയും, സ്വർഗത്തിൽ വിമാനമുണ്ടായിരുന്നു, വലിയ വലിയ കൊട്ടാരമുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴുണ്ട്. സയൻസ് എത്ര അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു, എത്ര സുഖമുണ്ട്, എത്ര ഫാഷനും മറ്റുമാണുള്ളത്. ബുദ്ധി മുഴുവൻ ദിവസവും ഫാഷന്റെ പിന്നാലെ തന്നെ ആയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ സൗന്ദര്യം ഉണ്ടാക്കുന്നതിനായി കേശവും മറ്റും എങ്ങനെയാണ് അലങ്കരിക്കുന്നത്, എത്ര ചിലവ് ചെയ്യുന്നു. ഈ ഫാഷനെല്ലാം ചിത്രങ്ങളിൽ നിന്നാണ് വന്നത്. പാർവതിയെപ്പോലെ നമ്മൾ കേശാലങ്കാരം മറ്റും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. മുൻപ് പാഴ്സി സ്ത്രീകൾ കറുത്ത മുഖപ്പടം അണിഞ്ഞിരുന്നു. ആരെങ്കിലും കണ്ട്
പ്രണയിതാവ് ആകാതിരിക്കുന്നതിനായി. ഇതിന് പറയുന്നത് പതീത ലോകം എന്നാണ്. നീ തന്നെ മാതാവും പിതാവും എന്ന് പാടുന്നു. എന്നാൽ ഇത് ആരെയാണ് പറയേണ്ടത്? മാതാപിതാക്കൾ ആരാണ്? ഇതും അറിയുന്നില്ല. മാതാപിതാക്കൾ തീർച്ചയായും സമ്പത്ത് നൽകിയിട്ടുണ്ടാകും. ബാബ കുട്ടികളായ നിങ്ങൾക്ക് സുഖത്തിൻ്റെ സമ്പത്ത് നൽകിയിരുന്നു. ബാബ നമ്മൾ അങ്ങിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശിവബാബയുടെ മഹിമ പാടപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ ആത്മാവും സ്വയം പറയുന്നു, ഞാൻ തന്നെ പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ കുട്ടികളും ഇങ്ങനെ പറയും, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ, സോ ദേവി ദേവത, പിന്നെ 84 ജന്മങ്ങളുടെ അന്തിമത്തിൽ പതീതമായിരിക്കുന്നു. ആരാണോ നമ്പർ 1 പാവനം, അവർ നമ്പർ 1 പതീതം. ബാബ എങ്ങനെയാണോ അതേപോലെ കുട്ടികളും. ഇദ്ദേഹം സ്വയവും പറയുന്നു, ശിവ് ബാബയും പറയുന്നു, ഞാൻ വരുന്നു ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ. ആരാണോ ആദ്യ നമ്പറിൽ പൂജ്യ ലക്ഷ്മി നാരായണന്റെ ഡിനസ്റ്റിയിലായിരുന്നത്, ഇപ്പോൾ സംഗമമാണ്. നിങ്ങൾ കലിയുഗത്തിലായിരുന്നു, ഇപ്പോൾ സംഗമയുഗി ആയിരിക്കുന്നു. ബാബ സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. ഡ്രാമയനുസരിച്ച് കുട്ടികളും അഭിവൃദ്ധി നേടുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ ദേവതയായിരുന്നു, പിന്നെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി. മുഴുവൻ ചക്രത്തെയും നല്ല രീതിയിൽ നിങ്ങൾ അറിയുന്നു. ഇതാണെങ്കിൽ വളരെ സഹജമാണ്. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തു. പലരുടെയും ബുദ്ധിയിൽ ഇതുപോലും ഇരിക്കുന്നില്ല. സ്റ്റുഡൻസും നമ്പർ വൈസ് തന്നെയാണ്. റൈറ്റിൽ നിന്നും ആരംഭിക്കുന്നു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. പെൺകുട്ടികൾ സ്വയവും പറയുന്നു, നമുക്ക് തേർഡ് ക്ലാസ് ബുദ്ധിയാണ്, നമുക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ആഗ്രഹം വളരെയധികമുണ്ട്, പക്ഷേ പറയുവാൻ സാധിക്കുന്നില്ല. ബാബ എന്തു ചെയ്യട്ടെ? ഇതായി തൻ്റെ കർമ്മങ്ങളുടെ കണക്ക്. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതിയുടെ ജ്ഞാനം കേൾപ്പിക്കുന്നു. കർമ്മം ചെയ്യേണ്ടതുണ്ട്. ഇതാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്കറിയാം. തേർഡ് ക്ലാസ് ബുദ്ധിയുള്ളവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇത് രാവണ രാജ്യം തന്നെയാണ്, എന്നാൽ ഇതാർക്കും അറിയില്ല. രാവണ രാജ്യത്തിൽ മനുഷ്യർ വികർമ്മം തന്നെയാണ് ചെയ്യുന്നത്, അപ്പോൾ താഴേക്ക് തന്നെ വീഴും. ദുഃഖത്തിൻ്റെ ലോകത്തിൽ ഗുരുവിനെ സ്വീകരിക്കുന്നു. സദ്ഗതിക്ക് വേണ്ടി തന്നെയാണ് ഗുരുവിനെ സ്വീകരിക്കുന്നത്, മുക്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി. അത് നിർവാണധാമമാണ്, വാണിക്കുപരിയായ സ്ഥാനം. മനുഷ്യർ സ്വയം വാനപ്രസ്ഥിയാണ് എന്ന് പറയുന്നു. അതാകട്ടെ പറയാൻ വേണ്ടി മാത്രമാണ്. വാനപ്രസ്ഥികളുടെയും സഭയുണ്ട്. സർവ്വതും സ്വത്തും മറ്റും കുട്ടികൾക്ക് നൽകിയ ശേഷം ഗുരുവിൻ്റെ അടുക്കൽ പോയി ഇരിക്കുന്നു. ആഹാരപാനീയങ്ങളും മറ്റും തീർച്ചയായും കുട്ടികൾ തന്നെ നൽകും. എന്നാൽ വാനപ്രസ്ഥം എന്നതിൻ്റെ അർത്ഥം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നമുക്ക് നിർവാണധാമത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. തൻ്റെ വീട്ടിലേക്ക് പോകണം. അവർ വീടായിട്ടല്ല മനസ്സിലാക്കുന്നത്. ജ്യോതിയിൽ ലയിച്ചു ചേരും എന്നവർ മനസ്സിലാക്കുന്നു. നിർവാണധാമം വസിക്കാനുള്ള സ്ഥാനമാണ്. മുൻപ് 60 വയസ്സിനു ശേഷം വാനപ്രസ്ഥം സ്വീകരിച്ചിരുന്നു. അതൊരു നിയമം പോലെയായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും, വാണിക്ക് ഉപരി ആർക്കും പോകുവാൻ സാധിക്കില്ല. ഇതിനുവേണ്ടി ബാബയെ തന്നെ വിളിക്കുന്നു. ഹേ പതീത പാവനായ ബാബ, വരൂ, നമ്മളെ പാവനമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകൂ. മുക്തിധാമത്തിൽ ആത്മാക്കളുടെ വീടാണ്. കുട്ടികളായ നിങ്ങൾക്ക് സത്യയുഗത്തിനെ കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. അവിടെ ആരാണ് വസിക്കുന്നത്, എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ജനസംഖ്യയെക്കുറിച്ചും ആർക്കും അറിയില്ല. രാമരാജ്യത്തിൽ ജനസംഖ്യ എത്രയായിരിക്കും? കുട്ടികൾ എങ്ങനെയായിരിക്കും ജനിക്കുക?
ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ ഡ്രാമയുടെ ചക്രത്തെ മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു വിദ്വാനും ആചാര്യനും പണ്ഡിതനും ഇല്ല. 84 ലക്ഷത്തിൻ്റെ ചക്രം എങ്ങനെ സാധ്യമാകും? എത്ര തെറ്റായ കാര്യങ്ങളാണ്! തീർത്തും കുഴങ്ങിപ്പോയിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ മുഴുവൻ രഹസ്യവും മനസ്സിലാക്കിച്ചു തന്നു. സത്യുഗത്തിൽ നിങ്ങളുടെ കർമ്മം അകർമ്മമാകുന്നു. അവിടെ ഒരു മോശമായ കർമ്മവും ഉണ്ടാകുന്നതേയില്ല. അതിനാൽ കർമ്മം അകർമ്മമാകുന്നു. ഇവിടെ മനുഷ്യർ ഏതെല്ലാം കർമ്മം ചെയ്യുന്നു അത് വികർമ്മമാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ചെറിയവരും വലിയവരും ആയ എല്ലാവരുടെയും മുഴുവൻ ലോകത്തിൻ്റെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവരും വാണിക്കുപരി പോകാൻ പോകുന്നവരാണ്. ഹേ പതീത പാവന വരൂ, നമ്മളെ വന്ന് പതീതത്തിൽ നിന്നും പാവനമാകൂ എന്ന് പറയുന്നു. എന്നാൽ പാവന ലോകം ഇല്ലാത്തതുവരെയും ഇവിടെ പതീത ലോകത്തിൽ പാവനമായ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. ഈ പതീത ലോകമായ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് വീണ്ടും പുതിയ ലോകത്തിലേക്ക് പോകണം. എങ്ങനെ പോകും? ഇത് മുഴുവൻ നോളജാണ്. ഇതാണ് പുതിയ നോളജ്. പുതിയ ലോകത്തിന്, അമരലോകത്തിന് അഥവാ പാവന ലോകത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ സംഗമത്തിൽ ഇരിക്കുന്നു. ബ്രാഹ്മണരല്ലാത്ത ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർ കലിയുഗത്തിലാണ് എന്നതും അറിയുന്നുണ്ട്. നമ്മളെല്ലാവരും സംഗമത്തിലാണ്, സത്യയുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് സംഗമയുഗമാണ്. അത് സ്വർഗം തന്നെയാണ്. അതിനെ സംഗമം എന്ന് പറയുന്നില്ല. സംഗമം ഇപ്പോഴാണ്. ഈ സംഗമയുഗം ഏറ്റവും ചെറുതാണ്. ഇതിനെ ലീപ് യുഗം എന്ന് പറയുന്നു. ഇതിൽ മനുഷ്യർ പാപാത്മാവിൽ നിന്നും ധർമാത്മാവാകുന്നു. അതിനാൽ ഇതിനെ ധർമ്മയുഗം എന്ന് പറയുന്നു. കലിയുഗത്തിൽ എല്ലാ മനുഷ്യരും അധർമ്മികളാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും ധർമാത്മാവ് ആയിരിക്കും. ഭക്തിമാർഗത്തിൻ്റെ എത്ര വലിയ പ്രഭാവമാണുള്ളത്! കാണുമ്പോൾ തന്നെ മനസ്സ് സന്തോഷിക്കും വിധത്തിലുള്ള കല്ലിൻ്റെ മൂർത്തികൾ ഉണ്ടാക്കുന്നു. അതാണ് കല്ലിൻ്റെ പൂജ. ശിവക്ഷേത്രത്തിൽ എത്ര ദൂരെ ദൂരെ പോകുന്നു പൂജിക്കുന്നതിനായി. ശിവന്റെ ചിത്രം വീട്ടിലും വയ്ക്കുവാൻ സാധിക്കും. പിന്നെ ഇത്രയും ദൂരെ ദൂരെ എന്തിനലയണം? ഈ ജ്ഞാനം ഇപ്പോൾ ബുദ്ധിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണു തുറന്നു, ബുദ്ധിയുടെ വാതിൽ തുറന്നു. ബാബ നോളജ് നൽകിയിരിക്കുകയാണ്. പരംപിത പരമാത്മാവ് ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നോളജ് ഫുള്ളാണ്. ആത്മാവും ആ നോളജ് ധാരണം ചെയ്യുന്നു. ആത്മാവ് തന്നെയാണ് പ്രസിഡന്റും മറ്റും ആകുന്നത്. മനുഷ്യരാണെങ്കിൽ ദേഹാഭിമാനി ആയത് കാരണം ദേഹത്തിൻ്റെ തന്നെ മഹിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാക്കളായ നിങ്ങൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി തീർത്തും ദുർഗതി പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ആത്മാക്കളായ നമ്മൾ ബാബയെ തിരിച്ചറിഞ്ഞു. ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിന് ശരീരം തീർച്ചയായും ധാരണം ചെയ്യേണ്ടി വരും. ശരീരമില്ലാതെ ആത്മാക്കൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ കേൾക്കും? ബാബ പറയുന്നു, ഞാൻ നിരാകാരമാണ്. ഞാനും ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ബ്രഹ്മാവിലൂടെ ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. അതേ ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട കാര്യമില്ല. ശിവബാബ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നമ്മളെയും കേൾപ്പിക്കുന്നയാൾ ശിവബാബ തന്നെയാണ്.
ഇപ്പോൾ നിങ്ങൾ പറയും, നമ്മൾ പതീതത്തിൽ നിന്നും പാവനമായി കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പതീത ലോകമാണ്, രാവണന്റെ രാജ്യമാണല്ലോ. രാവണൻ പാപാത്മാവാക്കി മാറ്റുന്നു. ഇതാരും തന്നെ അറിയുന്നില്ല. രാവണന്റെ കോലം കത്തിക്കുന്നു, പക്ഷേ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. സീതയെ രാവണൻ കൊണ്ടുപോയി ഇത് ചെയ്തു. എത്ര കഥകൾ ഇരുന്ന് എഴുതിയിരിക്കുന്നു. ഇരുന്ന് കേൾക്കുമ്പോൾ കരയുന്നു. അതെല്ലാം കെട്ടുകഥകളാണ്. ബാബ നമ്മളെ വികർമാജീത് ആക്കുന്നതിനായി മനസ്സിലാക്കിച്ചു തരുന്നു. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എവിടെയും ബുദ്ധി ചേർക്കാതിരിക്കൂ. ശിവബാബ നമുക്ക് തൻ്റെ പരിചയം നൽകി. പതീത പാവനായ ബാബ വന്ന് തൻ്റെ പരിചയം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എത്ര മധുരമായ ബാബയാണ്. ആ ഒന്ന് നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ അറിഞ്ഞ് ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ജ്ഞാനം ദാനം ചെയ്ത് ധർമാത്മാവാകണം. ഇത് വാനപ്രസ്ഥ അവസ്ഥയാണ്. ഈ അന്തിമ നിമിഷങ്ങളിൽ പാവനമായി പാവന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. പാവനമാകുന്നതിൻ്റെ സന്ദേശം സർവർക്കും നൽകണം. വരദാനം: പാസ് വിത്ത് ഓണർ ആകുന്നതിനായി സർവരിലൂടെയും സന്തുഷ്ടതയുടെ പാസ്പോർട്ട് പ്രാപ്തമാക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സ്വയം തന്നോടോ തൻ്റെ പുരുഷാർത്ഥത്തിലോ സർവീസിലോ ബ്രാഹ്മണ പരിവാരവുമായുള്ള സമ്പർക്കത്തിലോ സദാ സന്തുഷ്ടം ആയിരിക്കുന്നത്, അവരെ തന്നെയാണ് സന്തുഷ്ടമണി എന്ന് പറയുന്നത്. സർവ ആത്മാക്കളുടെയും സമ്പർക്കത്തിൽ സ്വയം തന്നെ സന്തുഷ്ടം ആക്കി വയ്ക്കുകയും സർവരെയും സന്തുഷ്ടമാക്കുകയും ചെയ്യുക. ഇതിൽ ആരാണോ വിജയിയാകുന്നത് അവർ തന്നെയാണ് വിജയമാലയിൽ വരുന്നത്. പാസ് വിത്ത് ഓണർ ആകുന്നതിനായി സർവരിലൂടെയും സന്തുഷ്ടതയുടെ പാസ്പോർട്ട് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഈ പാസ്പോർട്ട് നേടുന്നതിന് വേണ്ടി സഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശക്തിയെ ധാരണ ചെയ്യൂ. സ്ലോഗൻ: ദയാഹൃദയരായി സേവനത്തിലൂടെ നിരാശരും ക്ഷീണിതരുമായ ആത്മാക്കൾക്ക് ആശ്രയം നൽകൂ. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. പവർഫുൾ ഓർമ്മയ്ക്ക് വേണ്ടി സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ആവശ്യമാണ്. സത്യമായ ഹൃദയം ഉള്ളവർക്ക് സെക്കൻഡിൽ ബിന്ദുവായി ബിന്ദു സ്വരൂപമായ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. സത്യമായ ഹൃദയമുള്ളവർ സത്യമായ പ്രഭുവിനെ തൃപ്തമാക്കുന്നത് കാരണം ബാബയുടെ വിശേഷ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നു. അതിലൂടെ സഹജമായി തന്നെ ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്ത് ജ്വാലാരൂപത്തിൻ്റെ ഓർമ്മയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നു. പവർഫുൾ വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു. സത്യതയുടെ ശക്തി കാരണം ബുദ്ധിയും സമയത്തിന് യുക്തിയുക്തവും യഥാർത്ഥവുമായി കാര്യം ചെയ്യിക്കുന്നു. യാതൊരു തലകീഴായ കാര്യവും ഉണ്ടാവുക സാധ്യമല്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു.
സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.